ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ ഏസ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ക്ലാരിറ്റി വരുന്ന ഒരു എനർജിയാണ്. കുറേ ദിവസങ്ങളായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് കിടന്ന ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ക്ലാരിറ്റി വരുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ അത് മറ്റുള്ളവരുടെ ഒരു വാക്കിലൂടെയോ ഒരു മെസ്സേജിലൂടെയോ ഒക്കെ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിന് ക്ലാരിറ്റി കിട്ടുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങൾ കുറേ കാലം കൊണ്ട് അറിയണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരിക്കാം. അതിൻ്റെ ആ ഒരു സത്യാവസ്ഥ ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നതോടുകൂടി ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. സന്തോഷം തോന്നുന്ന ഒരു എനർജി, അതായത് ഇത്രയും കാലം മനസ്സിലാക്കാതെ പോയ ആ ഒരു കാര്യം ഈ സമയം നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുന്നു എന്ന് പറയാം. ചിലപ്പോൾ അത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും വ്യക്തികളുടെ ഒരു ട്രൂ ഇൻറ്റൻഷൻ ആയിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടുമെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ കുറേ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു കാര്യം അത് മാറി നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. അതുമാത്രമല്ല, ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നും ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ടെന്നും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു ധൈര്യം വരും. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ഈ ഒരു സമയം, പക്ഷേ ഞാൻ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കും എന്നൊരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബ്രില്യൻ്റ് ഐഡിയാസൊക്കെ നിങ്ങളിലേക്ക് വരുന്നൊരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ സ്ട്രെങ്ത് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് ഈ സമയം മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. കാരണം ഇവിടെ നിങ്ങൾക്ക് പലതരത്തിലും ബ്ലോക്ക് ഉണ്ടാകാൻ കാരണം നിങ്ങളുടെ മനസ്സാണ്. നമ്മുടെ മനസ്സാണ് പലതരത്തിൽ ചിന്തിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നമുക്ക് വരുന്ന ആ ഒരു പോസിറ്റിവിറ്റിയെ എല്ലാം തന്നെ ബ്ലോക്ക് ചെയ്ത് കളയുന്നത്. അപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും ഈ ഒരു സമയം ചിന്തിക്കേണ്ടതില്ല എന്നാണ്. കാരണം എന്തെങ്കിലും ഒരു നെഗറ്റീവ്സ് വന്നെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായും മാറിപ്പോകാൻ, അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായും മാറ്റിക്കളയാനുള്ള അത്രയും ആ ഒരു കഴിവും ധൈര്യവും ഒക്കെ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. കാരണം ഇതിൽ ഒരു സിംഹത്തെ മെരുക്കി നിർത്തിയിരിക്കുന്ന ആ ഒരു സ്ത്രീയെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഒരു ലേഡി ഒരു സിംഹത്തെ മെരുക്കി അവരുടെ കൂടെ നിർത്തിയിരിക്കുകയാണ്. അതായത് അവർ പറയുന്നതെല്ലാം അനുസരിക്കുന്ന പാകത്തിന് ഒരു മനസ്സോടുകൂടി ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സിംഹം സിംബലൈസ് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിനെയാണ്. അപ്പോൾ ഈ ഒരു മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കിവിടെ സൺ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെയും നമ്മളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നെഗറ്റീവായിരുന്നു കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരുന്ന ആ ഒരു ഭാഗ്യത്തെ നമ്മൾ തന്നെ സ്വയം ബ്ലോക്ക് ചെയ്ത് കളയുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും
ഇവിടെ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്നൊരു ചിന്ത തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ സ്ട്രെങ്ത് എത്രമാത്രമാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, അതൊക്കെ നിങ്ങളിവിടെ മനസ്സിലാക്കിയെടുക്കുക. പിന്നെ ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എനർജി ലെവലുമായിട്ട് കണക്റ്റഡ് ആകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ചേരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗഹൃദങ്ങൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരിക്കണം. പ്രത്യേകിച്ചും അതൊരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റി ആകാൻ സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ കുറേ ആൾക്കാരും ആ ഒരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റിയിലേക്ക് ചേർന്നിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ ഫ്രീ വില്ല് ഉപയോഗിച്ച് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ള ആ ഒരു വിജയം, അത് നിങ്ങളുടെ കൂടെയുള്ളവരുമായി നിങ്ങൾ ആഘോഷിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അത് ഒരുപക്ഷെ ഒരു ഇൻ്റർവ്യൂ പാസ്സായതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലി ലഭിക്കുന്നതിനുള്ള പാർട്ടി ആവാം. അത്തരത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഒത്തുചേർന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഒരു ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത് നിങ്ങൾ സെലിബ്രേഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ സെലിബ്രേഷനിൽ പങ്കെടുക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അത് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ തന്നെ ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹൗസ് വാമിങ്ങോ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ നിങ്ങളുടെ തന്നെ ആകാം ഒരു ബർത്ത്ഡേ സെലിബ്രേഷനോ. അത്തരത്തിൽ നിങ്ങളൊരു സെലിബ്രേഷനിൽ പങ്കെടുക്കുന്ന എനർജി കാണുന്നുണ്ട്. ഇത് നിങ്ങൾ കുറേ കാലം കാണാതിരുന്ന സുഹൃത്തുക്കളെ ഈ സമയം കണ്ടുമുട്ടിയേക്കാം. പിന്നെ ചിലപ്പോൾ ഇതിൽ സുഹൃത്തുക്കളുമായിട്ട് യാത്ര പോകുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു വൈബുമായിട്ട് ചേരുന്ന തരത്തിലുള്ള ആളുകളെ ഈ സമയം നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ കുറേയധികം ആളുകളെ ദൈവം നിയോഗിക്കുന്നു എന്നുകൂടി പറയാം. അപ്പോൾ ഒരുപാട് സന്തോഷങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഏസ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കമാണ്. ഏസ് ഓഫ് വാൻസും ഏസ് ഓഫ് സോഡ്സും ഒക്കെ വന്നിട്ടുണ്ട്. പുതിയ തുടക്കങ്ങളുണ്ട്. അപ്പം ഇതിൽ നിങ്ങൾ ആക്ഷൻ എടുക്കാനാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് ഡൗട്ടിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥ നിങ്ങൾ ബ്രേക്ക് ചെയ്യണം എന്നുള്ളതാണ്. അതിൻ്റെ ആ ഒരു ആയുധങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ പുതിയ സാധ്യതകൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഇതിൽ നിങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല ഇതിൽ നിങ്ങൾ പുതിയൊരു കാര്യം പഠിക്കാൻ പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ഓഫർ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നു എന്ന് കാണുന്നുണ്ട്. കുറേയധികം ആൾക്കാർക്കും ചിലപ്പോൾ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ഓഫർ ഈ ഒരു സമയം കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാരും അത് സ്വീകരിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു ചാൻസ് നിങ്ങളെക്കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുമോ, അത് സക്സസ് ആക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഈ ഒരു സമയം ചില ആളുകൾക്ക് ഉണ്ടാവാനും സാധ്യത കാണുന്നുണ്ട്. പിന്നെ ഇവിടെ സൺഗാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലും ഒരു പുതിയ തുടക്കമാണ്. ഈ സമയം നിങ്ങൾ ഒരുപാട് സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ആ ഒരു പാസ്റ്റ് ട്രോമയിൽ നിന്നും നിങ്ങളൊന്ന് പുറത്ത് കടക്കുന്ന ഒരു എനർജിയാണ്. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ശരിയാകും എന്നുള്ളൊരു പ്രതീക്ഷ ഈ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം അത് നിങ്ങൾ അറിയുന്ന സമയമാണ് ഈ ഒരു സമയം. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു സന്തോഷ വാർത്ത തന്നെയാണ് എന്നാണ് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു ആഹ്ലാദം ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു വലിയ ഇരുട്ട് മാറുന്നു എന്ന് തന്നെ പറയാം. ഒരു പുതിയ വെളിച്ചം ജീവിതത്തിൽ എത്തുന്നുണ്ട്. പുതിയ തുടക്കങ്ങൾ ഉണ്ടായിരിക്കും. പോസിറ്റിവിറ്റി ഒരുപാടുണ്ടായിരിക്കും എന്നാണ് കാണാൻ കഴിയുന്നത്. പുതിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷനൊക്കെ സ്ട്രോങ് ആകുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ
നിങ്ങൾക്ക് ഇൻഡ്യൂഷനായിട്ട് തീർച്ചയായിട്ടും വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻഡ്യൂഷനായിട്ട് തരുന്ന കാര്യങ്ങൾ നിങ്ങൾ അവഗണിക്കാതിരിക്കുക. മാത്രമല്ല, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ വലിയ സന്തോഷമാണ് കാണുന്നത്. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ്ഫുൾ ആയി എന്ന് അറിയുമ്പോൾ ഉള്ളൊരു സന്തോഷം ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങൾ എക്സാം പാസ്സായതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി നിങ്ങൾ അറിഞ്ഞതായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പുതിയ കാര്യം, അത് ഏറ്റവും സന്തോഷമുള്ള എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു സന്തോഷമാണ് നിങ്ങൾക്ക് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സമയം ശരിക്കും നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്. ശരിക്കും നിങ്ങൾ ആ ഒരു നിരാശയിൽ നിന്നൊക്കെ മറികടന്ന് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരിക്കലും മാറില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന പല കാര്യങ്ങൾക്കും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. സന്തോഷങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ പേജ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ വ്യക്തമായ ഒരു ദിശാബോധം നിങ്ങൾക്ക് വരുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, അല്ലെങ്കിൽ എന്ത് കാര്യമാണ് ഇനി നിങ്ങൾ തുടങ്ങേണ്ടത്. ചിലപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കാം. അതെന്ത് ചെയ്യണം എന്നറിയാതെ കൺഫ്യൂസ്ഡ് ആയിരുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിൽ കൃത്യമായിട്ടൊരു മാപ്പുണ്ട്. അത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആൾക്കാർ, നിങ്ങൾ കുറച്ച് സമയം ഒന്ന് ചിന്തിക്കുക. പ്രസൻ്റ്ലി എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്, നിങ്ങൾ ഏതൊക്കെ ഗോൾസാണ് അച്ചീവ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഏതൊക്കെ വഴിയെ പോയാൽ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ കണ്ടുപിടിക്കാൻ തീർച്ചയായിട്ടും ഒരു സഹായകരമാകും എന്നാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഇതിൽ നിങ്ങളങ്ങനെ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു സമയം നിങ്ങൾക്ക് കൃത്യമായിട്ട് ദൈവം വഴികൾ കാണിച്ചു തരുന്നുണ്ട്. ഏത് വഴിയിലൂടെ പോയാൽ അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള വഴികളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷനൊക്കെ മാറ്റേണ്ട ഒരു സമയമാണിത്. അത് നിങ്ങളുടെ ജോലിയിലായാലും, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യാൻ പോകുന്ന ആ ഒരു കാര്യത്തിലായാലും നിങ്ങളുടെ കൺഫ്യൂഷൻ മാറ്റാനുള്ള അനുഗ്രഹങ്ങൾ, അത് വ്യക്തികളായിട്ടും അല്ലെങ്കിൽ ഇൻഡ്യൂഷനായിട്ടും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈശ്വരൻ തരും എന്നുള്ളതാണ്. എന്ത് തടസ്സങ്ങളും മറികടക്കാനുള്ള ആ ഒരു ആത്മധൈര്യം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. നിങ്ങൾ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പുതിയൊരു ജോലിയോ അല്ലെങ്കിൽ പുതിയ പല കാര്യങ്ങളും പഠിക്കാനോ ഒക്കെ ഈ സമയം നിങ്ങൾ പോകുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വഴികാട്ടിയായി ഒരാൾ നിങ്ങളുടെ മുന്നിലുണ്ടെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ദൈവമായിട്ട് അവരെ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു തരും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ജഡ്ജ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ വളരെ പ്രൊഡക്റ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. നിങ്ങൾ ചെയ്ത പല കാര്യങ്ങളെക്കുറിച്ചും ഓർത്ത് ഒരു സന്തോഷമൊക്കെ നിങ്ങൾക്ക് വരും. അതായത് ഈ ഒരു കാര്യങ്ങൾ ഇനിയും എനിക്ക് മുന്നോട്ട് തുടർന്ന് കൊണ്ടുപോകണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. കാരണം നിങ്ങൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഇതിനോടകം നിങ്ങൾ ചെയ്ത് തീർത്തിട്ടുണ്ടായിരിക്കാം. ഒരുപാട് നല്ല എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു അടുത്ത ദിവസങ്ങളിൽ കിട്ടിയിട്ടുണ്ടായിരിക്കണം. മാത്രമല്ല, നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കാം. കുറേ കാര്യങ്ങൾ അത് ചിലപ്പോൾ അലസത കൊണ്ടോ മടി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി കൊണ്ടോ ഒക്കെ നമ്മൾ മാറ്റി വെച്ചിരുന്ന കാര്യങ്ങൾ, അത് നിങ്ങളുടെ ആ ഒരു മടിയൊക്കെ മാറ്റി നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു കറക്റ്റ് റൂട്ടിലേക്ക് വന്നെന്ന് നമ്മൾ പറയത്തില്ലേ, അത് പോണക്കത്തെ ഒരു എനർജിയാണിത്. നിങ്ങൾക്ക് അങ്ങനെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത ആ ഒരു കർമ്മഫലം നിങ്ങൾക്ക് ഈ ഒരു സമയം കിട്ടുന്നു എന്നാണ്. അപ്പോൾ സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ആവാം ഇത്. നിങ്ങൾ ചെയ്ത നല്ല പ്രവൃത്തിയുടെ ഫലമാകാം, നിങ്ങൾ സഹിച്ച, നിങ്ങൾ ക്ഷമിച്ച കുറേ കാര്യങ്ങളാകാം. അതിൻ്റെയൊക്കെ ഒരു ഫലം ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്.
അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഈ ഒരു സമയം നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഇതിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ടതായ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തീർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അത് പൂർത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം അത് പൂർത്തിയാക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് വരുമെന്നുള്ളതാണ്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പകുതി വഴിക്ക് വെച്ച് മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഈ ഒരു സമയം നിങ്ങൾക്ക് മുന്നിൽ വന്നേക്കാം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു ചേഞ്ച് വരുന്നു എന്നുള്ളതാണ്. ഇതുവരെ വിചാരിച്ച ഒരു കാര്യമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് വരുന്നുണ്ട്, സന്തോഷവും സമാധാനവും ഒക്കെ വരുന്നുണ്ട്, വിക്ടറി വരുന്നുണ്ട്. അപ്പോൾ കുറേ കാലം നിങ്ങൾ സ്വപ്നങ്ങളിൽ മാത്രം ഇരുന്നുവെങ്കിൽ ഈ ഒരു സമയം കർമ്മഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുന്നു. നമ്മുടെ കുറവുകളും നമ്മുടെ ആ ഒരു പോരായ്മകളും നമ്മുടെ മേന്മകളും എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ചത് പോലെയല്ല കാര്യങ്ങൾ എന്നൊരു തിരിച്ചറിവ് ഈ ഒരു സമയം നിങ്ങൾക്ക് വരുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് കപ്പിൻ്റെ ഒരു എനർജി ഉണ്ട്. ഇതിൽ നിങ്ങളെ ഇഷ്ടപ്പെടാനൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനും ഒക്കെ ആളുകൾ വരുന്ന ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങളുടെ പ്രായം കണക്കാക്കാതെ നിങ്ങൾ വളരെ ചുറുചുറുക്കോടെ, ഇപ്പോൾ എത്ര പ്രായമായവരാണെങ്കിൽ പോലും ഒരു യൗവനത്തിൻ്റെ ഒക്കെ എനർജിയിൽ ഈ സമയം നിങ്ങൾ നിൽക്കും എന്നുള്ളതാണ്. ആ ഒരു ലവ് എനർജി നിങ്ങളിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് അത്തരത്തിൽ പല തോന്നലുകളും ഈ ഒരു സമയം വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരാളുമായിട്ട് ഒരു ലവ് അഫെയർ ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് ആരുടെയോ ഒരു ഓഫർ തീർച്ചയായിട്ടും എത്തുന്നുണ്ട്. പുതിയ പ്രതീക്ഷകളുമായിട്ട് ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾക്ക് പുതിയൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കാം എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു ട്രാൻസ്ഫർമേഷനാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഒരുപാട് പൈസയൊക്കെ നഷ്ടം വന്ന് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഇതിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നിന്നും, ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ എക്സ്ട്രീംലി ഓപ്പോസിറ്റായ ഒരു കാര്യത്തിലേക്കാണ് എത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഫാമിലി സപ്പോർട്ടൊക്കെ പാസ്റ്റിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി പൂർണ്ണമായും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഫിനാൻഷ്യലി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ശരിക്കും അബൻഡൻ്റ് ആണെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് പാസ് ചെയ്യാൻ പോകുന്നത് എന്നാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സാഹചര്യമാകാം. അപ്പോൾ ആ ഒരു സ്ട്രഗിൾസ് ഒക്കെ ഇവിടെ എൻഡ് ആകുന്നു എന്നുള്ളതാണ്. പുതിയ തുടക്കങ്ങളുണ്ട്, സൺഗാഡാണ്, പുതിയ തുടക്കമാണ്. അപ്പോൾ ആ ഒരു നല്ല എനർജിയെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു 10 ഓഫ് പെൻറ്റക്കിൾസിൽ നിങ്ങൾ ചില ഫങ്ഷൻസിലൊക്കെ പങ്കെടുക്കുന്ന ഒരു എനർജിയും ഉണ്ട്. അത് ഒരുപക്ഷെ മാരേജ് ഫങ്ഷൻ ആയിരിക്കാം, എൻഗേജ്മെൻറ്റ് ഫങ്ഷൻ ആയിരിക്കാം, ഹൗസ് വാമിംഗ് ആയിരിക്കാം, നെയിമിംഗ് സെറമണി ആയിരിക്കാം. അപ്പോൾ അത്തരത്തിൽ സന്തോഷമുള്ള, പ്രത്യേകിച്ചും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ നിങ്ങൾ വളരെ സന്തോഷമായിട്ട് ഒത്തുചേരുന്ന കുറച്ചധികം അവസരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ നിങ്ങളുടെ ഫാമിലിയോടൊപ്പം നിങ്ങൾ വളരെ സന്തോഷത്തിലൊക്കെ ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ കുട്ടികളും നിങ്ങളുടെ പാരൻസും ഒക്കെ ആയിട്ട് ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ കുറച്ച് ആളുകൾ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് 2 കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവാം. അപ്പോൾ അത് ഏത് കാര്യത്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അതിനെക്കുറിച്ച് ഒരുപാട് വിഷമിച്ചിരിക്കുന്നു, ഒരുപാട് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങളുടെ കയ്യിലുള്ള പൈസ നഷ്ടപ്പെടുമോ എന്ന ചിന്തയിൽ വിഷമിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പൈസ നിങ്ങൾ അത് സംരക്ഷിച്ച് വയ്ക്കാനായിട്ട് ഒരുപാട് പരിശ്രമിക്കുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഒരുപാട് വിഷമമുണ്ട്.
ആ പൈസ നഷ്ടമാകുമോ? അപ്പോൾ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ സമ്പാദിച്ചു വെച്ച പൈസയാകാം, അത് നഷ്ടപ്പെടുമോ എന്നൊരു ചിന്തയൊക്കെ ചില ആളുകൾക്ക് ഈ ഒരു സമയം വന്നേക്കാം എന്ന് കാണുന്നുണ്ട്. ഇതിൽ കുറേ ആൾക്കാർ നിങ്ങളുടെ കയ്യിൽ എല്ലാം ഉണ്ടായിട്ടും അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം പരിഹരിക്കാനുള്ള കാര്യങ്ങൾ, അതല്ലാന്നുണ്ടെങ്കിൽ അത് പൈസയായിട്ടാകാം, അതെല്ലാം നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ കുറേയധികം ആളുകളും അത് ഉപയോഗിക്കാൻ മടി കാണിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങൾ പല കാര്യങ്ങളും ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. നിങ്ങളങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചത് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പുറത്തേക്കുള്ള വഴി അത് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് മുന്നോട്ട് വളരെ ഈസി ആയിട്ട് പോകാനുള്ള ആ ഒരു വഴി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിടപ്പുണ്ട്. പക്ഷേ നിങ്ങൾ അവിടേക്ക് ശ്രദ്ധിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ മറ്റു ചില കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. കാരണം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് ഈ ഒരു വിധമേ അല്ല എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. മറിച്ച് നിങ്ങൾക്കുള്ളത് ചിലപ്പോൾ പൈസയാകാം, അല്ലെങ്കിൽ ഓർമ്മകളാകാം. ഇതിൽ കൂടുതലും പൈസയാകാനുള്ള സാധ്യതയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ്. അത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിലുള്ള എന്ത് കാര്യമാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നാണ് ഇവിടെ ഡിവൈൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും അത് നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തേടുന്ന ആ ഒരു കാര്യം അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ അത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം, പക്ഷെ അത് നിങ്ങൾ എടുത്ത് ഉപയോഗിക്കാനായിട്ട് ഇവിടെ മടി കാണിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതൊന്നും ഉപയോഗിക്കാതെ അത് വേസ്റ്റ് ആക്കുന്നു എന്നാണ്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ പൈസയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ആവാം, നിങ്ങളുടെ അറിവുകളാവാം. ഇതൊക്കെ നിങ്ങൾ ഈ സമയം പുറത്തെടുക്കണം എന്നുള്ളതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്ന് ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ദൈവം തരുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളൊന്ന് സ്വീകരിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിലേക്ക് വരുന്നതെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ചുറ്റുപാടും ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ചാരിറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങോട്ട് പോകണം എന്നറിയാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് മുന്നിൽ ഒരു വഴി തെളിഞ്ഞു വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഭയപ്പെടുന്ന പോലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിൽ എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം നിങ്ങൾക്ക് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ്. അതിന് ആവശ്യമായ എല്ലാ കരുത്തും അതുപോലെ സാഹചര്യങ്ങളും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് റിസീവ് ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും നിങ്ങളുടെ പ്രശ്നങ്ങളിൽ മാത്രമാണ്. നമ്മുടെ മുന്നിൽ എത്ര മോശം സാഹചര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്കും വേണമെങ്കിൽ പോസിറ്റീവ് ആകാനുള്ള 1-2 കാര്യങ്ങൾ അവരുടെ മുമ്പിൽ ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മളത് കാണാതെ നമ്മുടെ പ്രശ്നങ്ങളെ മാത്രം കണ്ട് എങ്ങനെ ഡിപ്രഷനിൽ ഇരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് എത്ര വലിയ പ്രശ്നങ്ങളായാലും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളും നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്കതിൽ നിന്നും മാറിപ്പോവുക തന്നെ ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ വിഷമത്തിലിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് നല്ല സഹായം വരുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകളും വിഷമങ്ങളും ഒന്നും ദൈവം കാണാതിരിക്കുന്നില്ല. നിങ്ങൾക്ക് ശരിക്കും ഒരു ദൈവത്തിൻ്റെ കരങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. വിക്ടറി ആൻഡ് സക്സസ് ആണ് ഈ ഒരു ചാരിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴി ഈസി ആക്കി തരുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പോയിന്റാണ് കുറവുണ്ടായിരുന്നുവെങ്കിൽ അത് ഫില്ല് ചെയ്യാൻ ഒരാൾ വരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഫില്ല് ചെയ്യുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നാണ്. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലല്ല ഒരു പോയിന്റ് കുറവുണ്ടായിരുന്നത്, മറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യത്തിലാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ കാര്യങ്ങൾക്കും തീർച്ചയായിട്ടും ഇവിടെ ഒരു പരിഹാരം വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ടൊന്ന് ഇരിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്.
പിന്നെ ഇവിടെ മൂൺ കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു സമയം കേൾക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് പുറത്തു നിന്നും ഒരു ഗൈഡൻസിൻ്റെയും ആവശ്യമുണ്ടാവില്ല. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. നിങ്ങളുടെ പ്രാർത്ഥനാ സമയത്ത് നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കുക, ഈ ഒരു കാര്യം ഞാൻ ചെയ്യേണ്ടതുണ്ടോ, ഇതെൻ്റെ ഡെസ്റ്റിനിയിലുള്ളൊരു കാര്യമാണോ എന്നൊക്കെ ഒന്ന് ചോദിക്കുക. നിങ്ങളുടെ നിങ്ങൾക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്തു കാര്യത്തിനും ആ ഒരു ഉത്തരം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കുവാൻ ഇവിടെ സാധിക്കുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് കാര്യത്തിനാണോ ഒരു ഗൈഡൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു ഗൈഡൻസ് നമ്മുടെ ഇൻറ്റ്യൂഷനിലൂടെ തന്നെ കിട്ടുമെന്നുള്ളതാണ്. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ സോള് തീർച്ചയായിട്ടും എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ സോള് എക്സ്പീരിയൻസ് ചെയ്യുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊരു സൈക്കിക് എബിലിറ്റിയുടെയൊക്കെ ഒരു കാർഡാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ വിശ്വസിക്കുക എന്നാണ് പറയുന്നത്. മറ്റുള്ളവർ പറയുന്നതിലുപരി നമുക്ക് തോന്നുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ആവശ്യമില്ലാത്ത ഒരു വിഷമമൊക്കെ ഈ സമയം വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഇതിലുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളുടെ ഉള്ളിലെ ഭയത്തെ നിങ്ങൾ വിട്ടുകളയുക എന്നുള്ളതാണ്. നിങ്ങൾ യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സൈൻ, അടയാളങ്ങൾ ഈ ഒരു സമയം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഡിവൈനുമായിട്ട് ശരിക്കും കണക്റ്റഡ് ആണ്. നിങ്ങൾക്കൊരു തിരിച്ചറിവൊക്കെ വരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 8 ഓഫ് വാൻഡ്സിന്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങൾക്ക് വളരെ വലിയ സക്സസ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഒരു എനർജിയാണിത്. അപ്പോൾ ഇത് ചിലപ്പോൾ കുറേ കാലങ്ങളായി നമ്മളിൽ ഇല്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു കാര്യം, അത് ഭാഗ്യദോഷം എന്നൊക്കെ വിചാരിച്ചിരുന്ന ആ ഒരു കാര്യം ശരിക്കും മാറി ഒരു പ്യൂരിറ്റിയിലേക്ക് നിങ്ങൾ വരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ കുറേ സ്ട്രഗിൾസും കുറേ ഒബ്സ്റ്റക്കിൾസും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ക്ലെൻസിങ് നടക്കുന്ന ഒരു സമയമാണിത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത ഈ ഒരു സമയം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതൊരു മെസ്സേജായിട്ടോ കോളായിട്ടോ ഒരു യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമായിട്ടോ ഒക്കെ നിങ്ങളിലേക്ക് വരാം. അപ്പോൾ സഡനായിട്ട് വരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഇതിൽ നിങ്ങൾക്ക് വളരെ സ്ട്രഗിൾ ചെയ്ത് പോകേണ്ട ഒരു കാര്യം അത് വളരെ ഈസി ആക്കി തരുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. ഇത് നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് വരുന്നതുമാകാം. അപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള ആ ഒരു വഴി നിങ്ങൾക്ക് മുന്നിൽ ഒരു തടസ്സവും ഇല്ലാതെ തുറന്നു കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് സോഡ്സിന്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ പെട്ടെന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വരുന്നൊരു സാഹചര്യം കാണുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ചേഞ്ച് വരാം. മാത്രമല്ല നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സത്യം നിങ്ങൾക്ക് റിവീൽ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ക്ലാരിറ്റി വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇത് പാസ്റ്റിൽ ഇങ്ങനെയാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ ഇത് ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് അന്ന് അങ്ങനെയായിരുന്നു സംഭവിച്ചത്. അതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥ ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം ചെയ്യാനുള്ളൊരു ആവേശത്തിലാണ് ഈ ഒരു സമയം നിങ്ങളെന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ ചില വ്യക്തികളെ കാണുന്നതായിരിക്കാം. കുറേ കാലം കൊണ്ട് കാണാതിരുന്ന അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയെ ഈ സമയം നിങ്ങൾക്ക് കാണാനുള്ളൊരു ത്രില്ലായിരിക്കാം ഇത്. അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്ന ആ ഒരു ത്രില്ലിലാകാം നിങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നല്ലൊരു വൈബ്രന്റ് എനർജിയിലാണ് നിങ്ങളെന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ മടി ഉണ്ടായിരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലെ ആ ഒരു മടിയും അലസതയും ഒക്കെ വിട്ടുമാറി നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുള്ളൊരു ഉത്സാഹവും ഈ സമയം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ ഈ ഒരു സമയം സാധിക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.